ചില ആളുകൾ അപസ്മാരത്തിനുള്ള മരുന്ന് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ന്യൂറോളജിക്കൽ ആയുള്ള ഒരു മെഡിക്കൽ കണ്ടീഷൻ റിപ്പോർട്ടുകളിൽ കണ്ടെത്താൻ സാധിച്ചിട്ടുമുണ്ടാകില്ല. ഈ മെഡിസിന് പുറമെ ആത്മീയമായ ചികിത്സാ രീതിയെ തേടി പോകുന്നവരുമുണ്ട്. ഇതിൽ നിന്നും ഒന്നും തന്നെ ഒരു ഫലം ലഭിക്കില്ല എന്നതാണ് ഇവിടെയുള്ള ഒരു സത്യം. കാരണം ഇത്തരം അവസ്ഥകൾ മനസ്സിന്റെ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്നതാണ്. അതായത് മാനസികാഘാതം, സമ്മർദ്ദം, ഉത്കണ്ഠ, അബോധ മനസ്സിൽ പരിഹരിക്കപ്പെടാത്ത ചില സംഘർഷങ്ങളോ അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളോ എന്നിവയുടെയൊക്കെ ഭാഗമായി ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് ഇത്തരം നമ്മുടെ മനസ്സിലെ ഈ ഒരു മാനസിക അസ്വസ്ഥതകളിൽ നിന്നും നമ്മെ തരണം ചെയ്യുവാനായി നമ്മുടെ മനസ്സ് സ്വയം കണ്ടെത്തുന്ന ഒരു മാർഗമാണ് നമുക്ക് ഈ അപസ്മാരം എന്ന് തോന്നിക്കുന്ന ഇത്തരം ന്യൂറോളജിക്കൽ ലക്ഷണങ്ങളോട് കൂടി അടങ്ങിയിട്ടുള്ള ഈ ഒരു അവസ്ഥ. ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് ശരീരത്തിലെ ഒരു മരവിപ്പുണ്ടാകാം. ശരീരത്തിലെ ചില പേശികളിൽ ബലഹീനത പോലെ വരാം. ശരീരം പെട്ടെന്ന് സ്തംഭിക്കുകയും ബോധം കെട്ടു വീഴുകയും ചെയ്യാം. വിറയൽ പോലെയുള്ള അസാധാരണമായ ചലനങ്ങൾ അനുഭവപ്പെടാം. കണ്ണിൽ മങ്ങൽ, അന്ധത പോലെ അല്ലെങ്കിൽ ഇരട്ടക്കാഴ്ച പോലെയുള്ള കാഴ്ച വൈകല്യവും കാതുകളിൽ കേൾവി പ്രശ്നവും ഉണ്ടാകാം. ചില ആളുകൾക്ക് ഓർമ്മയുമായി ബന്ധപ്പെട്ട പ്രശ്നവും ശരീരത്തിൽ നിന്നും വിയോജിച്ച പോലെയും തോന്നാം. ഇവിടെ ഈ ലക്ഷണങ്ങൾ വ്യക്തി മനഃപൂർവ്വം ഉൽപ്പാദിപ്പിക്കുന്നവയല്ല. അവ അപസ്മാരത്തിൻ്റെയോ വസ്തുതാപരമായ തകരാറിൻ്റെയോ ഫലമല്ല. ഉദാഹരണമായി നമ്മുടെ കൈകളിലെ മൊബൈൽ ഫോണുകൾ നോക്കൂ. ചില സമയങ്ങളിൽ അത് ഹാങ് ആവാറുണ്ട്, സ്റ്റക്ക് ആവാറുണ്ട്, ഓഫ് ചെയ്ത് ഓൺ ആക്കേണ്ടി വരാറുണ്ട് അല്ലേ? ഫോണിൻ്റെ ഫംഗ്ഷൻ സ്മൂത്ത് ആക്കുവാൻ നമുക്ക് അതിൻ്റെ ചില വേണ്ടാത്ത ഡാറ്റകൾ ക്ലിയർ ആക്കേണ്ടി വരും. പല വൈറസുകൾ ഒഴിവാക്കേണ്ടി വരും. ഇങ്ങനെ ഓവർലോഡ് ഇല്ലാതെ കീപ്പ് ചെയ്താൽ നല്ല രീതിയിൽ അതിൻ്റെ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനും സാധിക്കും. ഇതുപോലെ നമ്മൾ നമ്മുടെ മനസ്സിലെ പല മാനസിക അസ്വസ്ഥതകളെ ഒഴിവാക്കി സംരക്ഷിക്കേണ്ടതാണ്. അപസ്മാരം എന്നത് തലച്ചോറിലെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയിൽ അതിൻ്റെ പ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതാണെന്ന് പറയാം. ഇതിന് വ്യക്തമായൊരു ന്യൂറോളജിക്കൽ മെഡിക്കൽ റിപ്പോർട്ടും ഉണ്ടാകാം. എന്നാൽ ഇവിടെ മനസ്സിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഇത്തരം ലക്ഷണങ്ങൾ അവയുടെ ഖോറായിട്ടുള്ള, അതായത് ഒരു അടിസ്ഥാനപരമായ മാനസിക പ്രശ്നങ്ങളെ കണ്ടെത്തിയാൽ പരിഹരിക്കപ്പെടാവുന്നതുമാണ്.